ഓൾ ഇന്ത്യയിലെ MBBS, BDS, BSc നഴ്സിംഗ് ഈ 3 കോഴ്സുകളുടെയും രണ്ടാമത്തെ റൗണ്ട് അലോട്ട്മെന്റിന്റെ പ്രോസസ്സ് ഉടനെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ റൗണ്ട് 1ന്റെ രജിസ്ട്രേഷനും അല്ലെങ്കിൽ അതിന്റെ ജോയിനിങ്ങും ഡോക്യുമെന്റുകളും ഒക്കെ ആയിട്ട് സെപ്പറേറ്റ് വീഡിയോ ചെയ്തിരുന്നു. അപ്പൊ ഇതിൽ റൗണ്ട് 2ന്റേത് മാത്രമാണ്. അതായത് റൗണ്ട് 2ൽ ആർക്കൊക്കെ പങ്കെടുക്കാം, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ. റൗണ്ട് 2ന്റേത് മാത്രമാണ്. റൗണ്ട് 3ക്ക് മുമ്പ് സെപ്പറേറ്റ് റൗണ്ട് 3യുടെ വീഡിയോയും കൂടെ ചെയ്യാം. അപ്പൊ ഓൾ ഇന്ത്യ കോട്ടയുടെ റൗണ്ട് 1, റൗണ്ട് 2ന്റെ ഡീറ്റെയിൽ ആണ്. അതില് ആദ്യം നോക്കേണ്ടത് സീറ്റ് വേക്കൻസി ലിസ്റ്റ് വിൽ പബ്ലിഷ്. അതായത് റൗണ്ട് 1ന്റെ ജോയിനിങ്ങിന് ശേഷം റൗണ്ട് 2ൽ ഏതൊക്കെ കോളേജിൽ എത്ര സീറ്റ് ബാക്കിയുണ്ട് എന്നുള്ളതിന്റെ ഒരു അപ്ഡേറ്റ് വരാനുണ്ട്. അത് വന്നതിന് ശേഷമാണ് ബാക്കി പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ നമ്മൾ ഇഷ്ടപ്പെടുന്ന കോളേജുകൾ ഉണ്ടെങ്കിൽ ആ കോളേജുകൾ ഹയർ ഓപ്ഷൻസിൽ വെച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി അതിന്റെ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുക സെപ്റ്റംബർ 5 തുടങ്ങി സെപ്റ്റംബർ 10. സെപ്റ്റംബർ 5 തുടങ്ങി സെപ്റ്റംബർ 10 അത് ഉച്ചയ്ക്ക് 12 മണി വരെയാണ്. ഇത് രജിസ്ട്രേഷന്റെ സമയമാണ്. എന്നാൽ നിങ്ങൾക്ക് ഫീ പേ ചെയ്യാൻ 3 മണി വരെ, ഉച്ചയ്ക്ക് 3 മണി വരെ സമയം ഉണ്ടാവും. ഓൾറെഡി റൗണ്ട് 1ന് രജിസ്റ്റർ ചെയ്ത കുട്ടികൾ വീണ്ടും രജിസ്റ്റർ ചെയ്യേണ്ടതില്ല. ആദ്യ റൗണ്ടിൽ പങ്കെടുക്കാത്തവർക്ക് മാത്രമാണ് രജിസ്ട്രേഷൻ. ആദ്യ റൗണ്ടിൽ പങ്കെടുക്കാത്തവർക്ക് മാത്രമാണ് ഫീ പേയ്മെന്റ്. ഫസ്റ്റ് റൗണ്ടിൽ രജിസ്റ്റർ ചെയ്ത് ഫീ പേ ചെയ്ത കുട്ടികൾക്ക് നേരെ ഇതിലേക്ക് വരാം. അവർ ഫീ പേ ചെയ്യേണ്ടതില്ല. അപ്പൊ പുതിയതായി വരുന്നവർക്ക് മാത്രമാണ് രജിസ്ട്രേഷൻ ബാധകം. എന്നാൽ എല്ലാവർക്കും ചോയ്സ് ഫില്ലിംഗ് ബാധകമാണ്. അതായത് ഈ സീറ്റ് വേക്കൻസി ലിസ്റ്റിനനുസരിച്ച് നിങ്ങൾ ചോയ്സ് ഫില്ല് ചെയ്യണം. ആദ്യ റൗണ്ടിൽ കൊടുത്ത ചോയ്സുകളൊന്നും ഇപ്പൊ വാലിഡ് അല്ല. രണ്ടാം റൗണ്ടിൽ നിങ്ങൾ എല്ലാവരും തന്നെ, പങ്കെടുക്കുന്ന എല്ലാവരും തന്നെ ഫ്രഷ് ചോയ്സ് ഫില്ല് ചെയ്യണം. ചോയ്സ് ഫില്ലിംഗ് സെപ്റ്റംബർ 6 തുടങ്ങി സെപ്റ്റംബർ 10 വരെയാണ്. രാത്രി 11:55 വരെ നിങ്ങൾക്ക് ചോയ്സ് ഫില്ല് ചെയ്യാനുള്ള സമയം ഉണ്ടാവും. ലോക്കിംഗ് ഫെസിലിറ്റി വൈകിട്ട്, അതായത് സെപ്റ്റംബർ 10 തീയതി ലോക്കിംഗ് ഫെസിലിറ്റി വൈകിട്ട് 4 തുടങ്ങി രാത്രി 11:55 വരെയാണ്. ഇത് നിങ്ങൾ ലോക്ക് ചെയ്തില്ലെങ്കിലും ഓട്ടോമാറ്റിക്കലി ലോക്ക് ആയിക്കോളും. ഓക്കെ, നിങ്ങൾക്ക് ലോക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാം, ഇല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി ലോക്ക് ആവും. 11:55 വരെ നിങ്ങൾക്ക് ചോയ്സ് ഫില്ല് ചെയ്യാനും ലോക്ക് ചെയ്യാനുമുള്ള സമയം ഉണ്ടാവും. ഇനി റിസൾട്ട് സെപ്റ്റംബർ 13 പബ്ലിഷ് ചെയ്യും. റിപ്പോർട്ടിംഗ് സെപ്റ്റംബർ 14 തുടങ്ങി സെപ്റ്റംബർ 20 വരെയാണ്. സീറ്റ് കിട്ടുന്നവർ സെപ്റ്റംബർ 14 തുടങ്ങി 20 വരെയുള്ള സമയത്ത് റിപ്പോർട്ട് ചെയ്യണം. അപ്പൊ റിപ്പോർട്ട് ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾ കൊണ്ടുപോകേണ്ട ഡോക്യുമെന്റ് എന്താണ് എന്നുള്ളതിന്റെ സെപ്പറേറ്റ് വീഡിയോ നമ്മൾ ഓൾറെഡി ആദ്യ റൗണ്ട് 1ന് ഇട്ട അതേ വീഡിയോ അവിടെയും ബാധകമാണ്, ചാനലിൽ അവൈലബിൾ ആണ്. അതേപോലെ ഇതിന്റെ രജിസ്ട്രേഷൻ പുതിയതായി ചെയ്യുന്നവർ ശ്രദ്ധിക്കുക, ഈ രജിസ്ട്രേഷൻ വീഡിയോയും ഓൾറെഡി അവൈലബിൾ ആണ്. ഞാൻ ആ കാര്യങ്ങൾ പറഞ്ഞു. അതിന്റെ ഫീസ്, രജിസ്റ്റർ ചെയ്യാനുള്ള ഫീ എത്രയാണ്, പ്രൊസീജിയർ എന്താണ് എന്നുള്ളതൊക്കെ ആദ്യ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പൊ അത് നീട്ടുന്നില്ല, ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ഇനി റൗണ്ട് 2ൽ ആർക്കൊക്കെ പങ്കെടുക്കാമെന്നുള്ളത് ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. റൗണ്ട് 2ൽ ഫ്രഷ് ചോയ്സ് ഫില്ലിംഗ് വേണം. ആരൊക്കെ പങ്കെടുക്കുന്നോ അവരെല്ലാം റൗണ്ട് 2ന് സെപ്പറേറ്റ് ചോയ്സ് ഫില്ല് ചെയ്യണം. ആദ്യ റൗണ്ടിലെ ചോയ്സ് ബാധകമല്ല. ഓൾ ഇന്ത്യയുടെ കേസാണ്. സ്റ്റേറ്റിന്റേത് വന്നിട്ടില്ല. സ്റ്റേറ്റിന്റേത് വരുന്ന മുറയ്ക്ക് ഡീറ്റെയിൽ പറയാം. റൈറ്റ്. ഇനി ഇവിടെ ഫ്രഷ് രജിസ്റ്റർ ചെയ്യുന്ന കുട്ടിക്ക് പങ്കെടുക്കാം. അതായത് ആദ്യ റൗണ്ടിൽ പങ്കെടുക്കാതെ ഒരു കുട്ടി മാറി നിന്നിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് വേണമെങ്കിൽ ഈ റൗണ്ടിൽ വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. 2, ആദ്യ റൗണ്ടിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത കുട്ടി സീറ്റ് കിട്ടിയിട്ടില്ല, നോട്ട് അലോട്ടഡ്, ആ കുട്ടിക്കും ഫീസ് അടയ്ക്കേണ്ടതില്ല. ഫീസ് ഓൾറെഡി അടച്ചിട്ടുണ്ട്, നേരെ ചോയ്സ് ഫില്ല് ചെയ്താൽ മതിയാവും. ഇനി ആദ്യ റൗണ്ടിൽ സീറ്റ് കിട്ടി ഫ്രീ എക്സിറ്റ് ആയ, അതായത് ജോയിൻ ചെയ്യാതായ കുട്ടി, ജോയിൻ ചെയ്തിട്ടില്ല, ഫസ്റ്റ് സീറ്റ് കിട്ടി പോയില്ല, അത് ഫ്രീ എക്സിറ്റ് ആണ്. ആ കുട്ടിക്കും രജിസ്ട്രേഷൻ ഫീ ഒന്നും പോയിട്ടില്ല, ഒന്നും ചെയ്യണ്ട, രജിസ്ട്രേഷൻ വേണ്ട, ഫീ പേയ്മെന്റ് വേണ്ട, നേരെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അടുത്തത് റിസൈൻഡ്. ഞാൻ ഓൾറെഡി കമ്മ്യൂണിറ്റിയിൽ ഒരു ഡേറ്റ് ഇട്ടിരുന്നു. ആ ഡേറ്റ് വരെ റിസൈൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ റിസൈൻ ചെയ്ത കുട്ടികളുടെയും ഫീസ് നഷ്ടപ്പെട്ടിട്ടില്ല, അവർക്കും ചോയ്സ് ഫില്ലിംഗ് ഉണ്ട്. റൗണ്ട് 2ൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. രജിസ്ട്രേഷൻ വേണ്ട, ഫീ പേയ്മെന്റും വേണ്ട. ഇനി അപ്ഗ്രേഡ് ചെയ്ത കുട്ടികൾ, അതായത് റൗണ്ട് 1ൽ കിട്ടിയ സീറ്റ് ജോയിൻ ചെയ്തു, ആ കുട്ടിയുടെ കയ്യിൽ ഇപ്പോൾ ഒരു സീറ്റ് ഉണ്ട്. അപ്പൊ ആ സീറ്റിൽ നിന്ന് അപ്ഗ്രേഡ് ചെയ്യാനും ആ കുട്ടിക്ക് എന്ത് ചെയ്യാം, റൗണ്ട് 2ൽ അപ്ഗ്രേഡ് ചെയ്യാം, ചോയ്സ് ഫില്ല് ചെയ്താൽ മതി. അപ്പൊ ഇതില് ഈ ഫ്രഷ് രജിസ്ട്രേഷൻ പറഞ്ഞിരിക്കുന്ന ഈ കാൻഡിഡേറ്റ് ഒഴികെ, അതായത് ആദ്യ റൗണ്ടിൽ പങ്കെടുക്കാത്തവരൊഴികെ അലോട്ട് ആവാത്തവരോ ഫ്രീ എക്സിറ്റ് ആയവരോ ജോയിൻ ചെയ്തിട്ട് റിസൈൻ ചെയ്തവരോ അപ്ഗ്രേഡ് ചെയ്യുന്നവരോ ഒന്നും അഡീഷണൽ ഇനി ഫീ അടയ്ക്കേണ്ടതില്ല. നേരെ റൗണ്ട് 2ക്ക് വന്നാൽ മതി. ഇവര് മാത്രം ഫീ പേ ചെയ്താൽ മതി. പക്ഷെ എല്ലാവരും എന്ത് ചെയ്യണം, ഫ്രഷ് ചോയ്സ് ഫില്ലിംഗ് നടത്തണം. റൈറ്റ്. എന്നിട്ട് ആ പ്രോസസ്സിൽ അലോട്ട്മെന്റ് നടക്കും. ദാ ഇവിടെ നമ്മൾ പറഞ്ഞു റിസൾട്ട് സെപ്റ്റംബർ 13 തീയതി റിസൾട്ട് വരും. അന്ന് ദാ അലോട്ട്മെന്റ് വരും. അലോട്ട്മെന്റ് വരുമ്പോൾ 2 ഓപ്ഷനാണ്. ഒന്നുകിൽ സീറ്റ് കിട്ടിയിട്ടില്ല, ഓക്കെ, നിങ്ങൾക്ക് റൗണ്ട് 3ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. നിങ്ങൾ എന്ത് ചെയ്യുക, റൗണ്ട് 3ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഓക്കെ, സീറ്റ് കിട്ടാത്തവര്. ഇനി സീറ്റ് കിട്ടിയവർക്ക് എന്തൊക്കെയാ ഓപ്ഷൻ? 1, റിപ്പോർട്ട് ചെയ്തില്ല എന്ന് വിചാരിക്കുക.
നിങ്ങൾക്ക് റൗണ്ട് 2 സീറ്റ് കിട്ടി, നിങ്ങൾ പറഞ്ഞ സീറ്റ് തന്നു, പക്ഷെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ സെക്യൂരിറ്റി ഫീ നഷ്ടപ്പെടും. നമ്മൾ അടച്ച ടോക്കൺ ഫീ, രജിസ്ട്രേഷൻ ഫീ നോൺ റീഫണ്ടബിൾ ആണ്. അതല്ലാതെ നമ്മൾ ഒരു റീഫണ്ടബിൾ ടോക്കൺ ഫീ അടയ്ക്കുന്നുണ്ട്, അത് നഷ്ടപ്പെടും. അത് ശ്രദ്ധിക്കുക ജോയിൻ ചെയ്തില്ലെങ്കിൽ. ഇനി ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാം, ഫിക്സ് ചെയ്യാം, അത് മതി എന്ന് തീരുമാനിക്കാം. അല്ലെങ്കിൽ ജോയിൻ ചെയ്തിട്ട് അപ്ഗ്രേഡ് ചെയ്യാം. ജോയിൻ ചെയ്തിട്ട് ആ സീറ്റ് മതി എന്ന് ഉറപ്പിക്കാം, അല്ലെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യാം. അപ്ഗ്രേഡ് ചെയ്യുന്നവർക്ക് റൗണ്ട് 3 പോവാം. റൈറ്റ്. ഇനിയുള്ളത് എന്താ? റൗണ്ട് 1 സീറ്റ് കിട്ടിയ കുട്ടിക്ക് റൗണ്ട് 2 അപ്ഗ്രേഡ് ആയി. റൗണ്ട് 1 ഇപ്പോൾ ഉദാഹരണത്തിന് ആലപ്പുഴ കിട്ടി, റൗണ്ട് 2 വന്നപ്പോൾ കോഴിക്കോട് കിട്ടി. കുട്ടിക്ക് എന്ത് ചെയ്യാം? ജോയിൻ ചെയ്യാം കോഴിക്കോട്. അപ്പൊ ആലപ്പുഴയിലെ സീറ്റ് പോയി. റൗണ്ട് 2 നിങ്ങൾക്ക് ഒരു സീറ്റ് കിട്ടി, അപ്ഗ്രേഡ് ആയി. അപ്പൊ റൗണ്ട് 1 ഇനി നിങ്ങൾക്ക് സീറ്റ് ഇല്ല. അതായത് റൗണ്ട് 1 മതി. ഇനിയിപ്പോ വിചാരിക്കുകയാണ് റൗണ്ട് 2 ഒരു സീറ്റ് കിട്ടി, വേണ്ട എനിക്ക് റൗണ്ട് 1 മതി, അത് പറ്റില്ല. റൗണ്ട് 1 പോയിട്ടുണ്ടാവും. റൗണ്ട് 2 അലോട്ട് ആയാൽ റൗണ്ട് 1 സീറ്റ് നഷ്ടപ്പെട്ടു. റൗണ്ട് 2 സീറ്റിൽ ജോയിൻ ചെയ്താൽ ആ സീറ്റ് കിട്ടുകയും ചെയ്യും. അപ്പൊ അതും ശ്രദ്ധിക്കാം. ഇപ്പോൾ ഓൾമോസ്റ്റ് റൗണ്ട് 2 ബന്ധപ്പെട്ട് നിങ്ങൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതിന്റെ ഡീറ്റെയിൽ പറഞ്ഞു. രജിസ്ട്രേഷൻ ഡോക്യുമെന്റ്, ഇതിന്റെ എല്ലാം ഡീറ്റെയിൽ ഓൾറെഡി ഞാൻ ആദ്യ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. അത് ചാനലിൽ അവൈലബിൾ ആണ്. ഇനി ഇതുമായിട്ട് വരുന്ന അപ്ഡേറ്റുകൾ, അതായത് ഡേറ്റ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ അഡീഷണൽ ഒരു പോയിന്റ് വരികയോ മറ്റോ ചെയ്യുകയാണെങ്കിൽ അത് ഞാൻ കമ്മ്യൂണിറ്റിയിലൂടെ എത്തിക്കാം. കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഞാൻ ഇതിന്റെ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം. അതിലേക്ക് വാട്സപ്പ് വഴി ഈ മെസ്സേജ് വരുന്ന അല്ലെങ്കിൽ ഇതിന്റെ അപ്ഡേറ്റ് തരാം. ഇനി നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾ ആ മെസ്സേജ്, ഇതിന്റെ നമ്പർ, ഇതിന്റെ എൻഡിൽ ഞാൻ എന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മതിയാവും. ബാക്കി ഡീറ്റെയിലും വാട്സപ്പ് വഴി അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി വഴി എത്തിക്കാം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.